ഹലോ ആമിന, റിസൾട്ട് വന്നാ? ഇല്ല, വന്നിട്ടില്ല. നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സിദ്ധുനില്ല, ഫുൾ എ പ്ലസ് ആ പോയോ? ആ, നല്ല കാര്യല്ലേ. അത് നെറ്റ് സ്ലോ ആന്ന് തോന്നുന്നു. ഞാൻ റിസൾട്ട് വന്നാ പറഞ്ഞുതരാം. ആ, എന്നാ ശരി. ബേ നോക്കി, എല്ലാരും വിളിക്കുന്നുണ്ട്. എനക്ക് പേടിയായിരുന്നു. എനിക്ക് എ പ്ലസ് ഉണ്ടാവുക. ഇനി ടെൻഷൻ ഒന്നും അടിക്കണ്ട, എ പ്ലസ് എല്ലാം ഉണ്ടാവും. നമ്പർ അടിച്ച് ഇപ്പം വരൂ. വന്ന് നോക്കട്ടെ, റിസൾട്ട് നോക്കട്ടെ. മാഷാ അല്ലാ, ജയിച്ചിനല്ലോ. 5 എ പ്ലസും എയും പിന്നെ ബി പ്ലസ് എല്ലാന്നുള്ള. അതാരാളി വിളിക്കുന്നേ? ആ, വരുന്നേ. ആമിന, ആമിന. ആ, ഇങ്ങളാ? വാ, കേറി. ആമിന, മോന്റെ റിസൾട്ട് വന്നാ? ആ, റിസൾട്ട് വന്ന് പാസ്സായിനി. ഇനി ഞാൻ വിളിക്കാണ്ടിരുന്ന എത്ര എ പ്ലസ് ഉണ്ട്? ഇപ്പൊ നോക്കിയിട്ടേ ഉള്ളൂ, 5 പ്ലസ് ഉണ്ട്. ആ, 5. അതെന്താ കുറഞ്ഞോയേ? എല്ലോനെ ഇനി സിദ്ധുന്റെ കൂടെയല്ല പോയിനി ട്യൂഷന്. ഇന്നലെ എപ്പോഴും ഒന്നിച്ചിട്ടല്ലേ? പിന്നെ എനിക്ക് മാർക്ക് പറഞ്ഞിനി. ഓൻക്കല്ല ഫുൾ എ പ്ലസ് കിട്ടിയല്ലോ. എല്ലാ കുട്ടികളും ഒരേപോലെ ആവൂലപ്പാ. നീ എന്തിനാ പഠിക്കാൻ പോയിനി? നീ ഇവിടെ കളിച്ചിട്ടാടൊന്നോ? എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു മെതിയായിരിക്കും പഠിക്കുന്നു അറിഞ്ഞാ കേക്കണ്ടേ? ഞാൻ തോറ്റിട്ടൊന്നുമില്ലല്ലോ ഉമ്മ, ഞാൻ ജയിച്ചിട്ടില്ലേ. ഞാൻ എങ്ങനെയാ ആളോട് ഫുൾ എ പ്ലസ് ഇല്ലാന്ന് അറിയാന്? എനിക്കാണെ ബി പ്ലസും ഇല്ലേ. എങ്ങനെ സ്റ്റാറ്റസ് വെക്കാന്? അപ്പുറത്തെ വീട്ടിലെ അച്ഛനെ കണ്ടു പഠിക്കും, ഫുൾ എ പ്ലസോ. എനിക്ക് നേരത്തെ ആയിഷാന്റെ സ്റ്റാറ്റസ് ഉണ്ടിനി, ഓളെ നോക്കല്ലേ ഫുൾ എ പ്ലസാ. ഞാനൊന്നും വെക്കൂല എന്റെ സ്റ്റാറ്റസ്. അതാ ഉപ്പ വിളിക്കുന്ന, എന്നെ അടുത്ത് സംസാരിക്കും. ഹലോ ഉപ്പ. മോനെ, റിസൾട്ട് വന്നാ? ആ, റിസൾട്ട് വന്ന് പാസ്സായിനി. മാഷാ അല്ലാ, എ പ്ലസ് ഉണ്ടോ മോനെ? ആ, എ പ്ലസാ 6 ഉണ്ട്. പിന്നെ എയും ഉണ്ട് ബി പ്ലസും ഉണ്ട്. ഒന്നില് മാത്രം ബി പ്ലസ് ആയിപ്പോയി ഉപ്പ. അത് സാരില്ല, ഇത്രയും വാങ്ങിയില്ലേ. അന്റെ മോന് ജയിച്ചാകെ എന്താ വേണ്ടേ? അനക്ക് സ്മാർട്ട് വാച്ചാ വേണ്ടേ? ആ, സ്മാർട്ട് വാച്ച് ആണെങ്കിൽ സ്മാർട്ട് വാച്ച്. കേക്ക് ഇപ്പം വീട്ടിലെത്തുവേ. ആ ആ എന്നാ ഞാൻ ഉമ്മ കൊടുക്കാം. ചെക്കന് ബി പ്ലസ് ഉണ്ട്. ഞാൻ അന്നേരെ പറഞ്ഞതാ പഠിക്കുന്നു. ഇപ്പൊ എന്തായി? നിങ്ങൾ അധികം പുന്നാരിക്കൊന്നും വേണ്ട. A few moments later. ഹലോ. ഓ, അതോ ഫുള്ള് തിരക്കിലേനു അടി. രാവിലെ മുതലേ ഫോൺ തന്നെ. മോന്റെ റിസൾട്ട് റീവാല്യൂഷന് കൊടുക്കണം. എനിക്ക് ഫുൾ എ പ്ലസ് വേണ്ടയാ. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെക്കുന്നേറ്റാണല്ലോ. ഓളെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കായിട്ട് ഓള് വേറെ നമ്പറിൽ വിളിച്ചു. ഉമ്മാമാ, എന്നാ ഹയാ? അനക്ക് പേടിയാന്ന്. ഇനി ഉച്ചക്ക് റിസൾട്ട് ഇടുവേ. എന്തിനാപ്പാ പേടിക്കുന്നേ? അനക്ക് എ പ്ലസ് ഉണ്ടാവാ? എനിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആ. പണ്ട് എന്റെ ഉപ്പയില്ലേ, എന്റെ ഉപ്പാക്ക് വെറും 6 എ പ്ലസ് ഉള്ളൂ. പിന്നെ ബി പ്ലസ് ഉണ്ടേനു. ഞാൻ അന്നേരം ഓനിക്കൊരു ചെവിക്കൊരു സമാധാനം പോലും കൊടുക്കാണ്ട് ഓനിക്ക് ബി പ്ലസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് വരെ വെച്ചിട്ടില്ല. പണ്ട് ഈ സ്റ്റാറ്റസ് എല്ലാം ഭയങ്കര കാര്യേനു. അപ്പൊ ഞാൻ സ്റ്റാറ്റസ് വരെ വെച്ചിട്ടില്ല. എന്റെ കൂടെ ഉള്ള ആയിഷാന്റെ മോക്ക് ഫുൾ എ പ്ലസ് ഏനു. എന്നിട്ട് ഓളിപ്പം വീട്ടിലിരിക്കുന്ന ഓളെ മോള്. പിന്നെ എനിക്കറിയില്ലേ സിദ്ധു ഏട്ടന അന്ന് കണ്ടേ, ഓനിക്ക് ഫുൾ എ പ്ലസ് ഏനു. എന്നിട്ട് ഓനിക്ക് പഠിച്ച പണി കിട്ടാണ്ട് വേറെ ഏതോ ബിസിനസ്സിൽ പോയിട്ട് ഇപ്പൊ എല്ലാം പരാജയപ്പെട്ടിട്ട് ഇപ്പൊ ഓനും വീട്ടിലിരിക്കുന്ന. എന്റെ മോന് എന്റെ ഉപ്പില്ലേ, എന്റെ ഉപ്പ ഇപ്പം വലിയ ബിസിനസ്സുകാരനല്ലേ. അപ്പൊ എ പ്ലസ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എ പ്ലസ് അല്ല നമ്മളെ ജീവിതം. എ പ്ലസ് അല്ല നമ്മളെ ജീവിതവും തീരുമാനിക്കുന്നു. മനസ്സിലായി എനിക്ക്? ഫുൾ എ പ്ലസ് കിട്ടുന്നതെല്ലാം നല്ലതന്നെ.
ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും നല്ല ജീവിതം കിട്ടാത്തവരുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടാതിരുന്നിട്ടും വിജയിച്ചവരുണ്ട്. ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, എ പ്ലസ് അല്ല ജീവിതം. എ പ്ലസ് കിട്ടിയില്ല എന്ന് കരുതി കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കരുത്.